നമസ്കാരം. എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അത് നിങ്ങൾ പല മൈക്കിൽ പോയി പ്രസംഗിക്കും, ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയിട്ട് പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആദ്യം വളരെ ശാന്തനായി തുടങ്ങി, പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് മറുപടി ഇല്ലാതെ വന്നുകൊണ്ടോ എന്തോ നിങ്ങളോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ മനുഷ്യൻ പോകുന്നത്. ആ പറയുന്നത് സുരേഷ് ഗോപി ആയിരുന്നു എങ്കിൽ അടുത്ത തവണ അതിനി വെരി നെക്സ്റ്റ് ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞായിക്കോട്ടെ, പക്ഷേ അവരത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോട് പെരുമാറും. തീർച്ചയായിട്ടും പുറകെ നടന്ന് ശല്യപ്പെടുത്തും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഡി സതീശൻ നിങ്ങളോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ വ്യക്തിയുടെ അടുക്കൽ അടുത്ത ദിവസം ഇവർ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറിയാൽ അവിടെ ചില ഭാഗത്തുമില്ല. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ അടുക്കലും ഇവിടുത്തെ മാപ്രകൾ ഏത് തരത്തിലാണ് അവരെ ശല്യപ്പെടുത്തുന്നത് എന്ന് ഒന്നൊന്നും നമ്മൾ ആലോചിച്ച് നോക്കാം. പിണറായി വിജയൻ ഇവിടെ പരസ്യമായിട്ട് കടക്കപ്പുറത്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതും മനസ്സിൽ വെച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ അടുക്കൽ പ്രതികാര ബുദ്ധിയോടെ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനും പ്രവർത്തിച്ചിട്ടില്ല, ആ വൈരാഗ്യം കാണിച്ചിട്ടുമില്ല. ഇവിടെ വി ഡി സതീശനോടും അത് കാണിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത്രയൊന്നും പോലും ഈ രീതിയിൽ പോലും പ്രതികരിക്കാത്ത സുരേഷ് ഗോപിയോട് ഇവിടെ നിരന്തരമായിട്ട് മാധ്യമപ്രവർത്തകർ കാണിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരും കടക്കപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല, പ്രതികരിക്കാതെ പോവാറേ ഉള്ളൂ. പക്ഷേ അപ്പോൾ പോലും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞല്ലോ, ഇനി ആ ഒരു രംഗം കൂടെ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്, വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി? കാര്യം ചോദിച്ചോട്ടെ. കലാമണ്ഡലം ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം? ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ വോട്ട് രാജ്യത്ത് എവിടെ നിന്ന് വോട്ട് ചേർത്താലും കുഴപ്പമില്ല. വിമർശിക്കില്ല, ഞാൻ ആരെയും ദ്രോഹിക്കില്ല. അത്രയും താണ് കേണ് പറഞ്ഞു പോയിട്ടും ആ മനുഷ്യനോട് പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം, മാധ്യമപ്രവർത്തക ചോദ്യം ചോദിക്കുന്നത് കേൾക്കാം. ഇത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത, ഇത്രയും വിവരം കെട്ടവരാണോ നമ്മുടെ മാപ്രകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഒരു മനുഷ്യനെ ഈ രീതിയിൽ കിടന്ന് ശല്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിലും കടുത്ത രീതിയിൽ സുരേഷ് ഗോപി ഇതുവരെ പെരുമാറിയിട്ടുള്ളതിലും കടുത്ത രീതിയിലാണ് പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരോടൊന്നും ഈ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ടൊന്നും പിന്നെ ഒരു മാധ്യമപ്രവർത്തകരും പ്രവർത്തിച്ചിട്ടില്ല. ഇവരൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്നത് സുരേഷ് ഗോപിയുടെ ധാർമ്മികത, സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെ ധാർമ്മികത. ഈ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെയൊക്കെ ധാർമ്മികതയാണ് എന്ന് തോന്നുന്നു കേരളത്തിൻ്റെ ഈ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിൻ്റെയൊക്കെ ഒരു അളവുകോൽ. അതിനാൽ അവർ എല്ലാം 100% പെർഫെക്റ്റ് ആയിരിക്കണം, 100% അവർ സത്യസന്ധരായിരിക്കണം. ബാക്കി ആർക്കും അതൊന്നും ബാധകമല്ല. സുരേഷ് ഗോപി അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നോക്കാൻ പാടില്ല, അങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല. സുരേഷ് ഗോപിയുടെ മക്കളും ഇത് തന്നെയായിരിക്കണം. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ഇതൊന്നും ഒരു ബാധകമല്ല. ഒരർത്ഥത്തിൽ അത് ആ മനുഷ്യൻ്റെ ഔന്നത്യം തന്നെയാണ് കാണിക്കുന്നത്. സുരേഷ് ഗോപി വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഒരുപക്ഷെ ഈ മാപ്രകളുടെ ഉള്ളിൻ്റെ ഉള്ളിലും കണ്ടേക്കാം. അദ്ദേഹം 100% പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നായിരിക്കാം ഒരുപക്ഷെ ഇവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്തേ ഈ ധാർമ്മികതയുടെയും ഈ സത്യസന്ധതയുടെയും ഈ നല്ല പെരുമാറ്റത്തിൻ്റെയൊക്കെ ഒരു അളവുകോൽ വരുന്നത്? അതായത് അദ്ദേഹം അതിൻ്റെ ഉയർന്ന തലത്തിൽ നിൽക്കണമെന്നായിരിക്കും ഒരുപക്ഷെ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലത്. അതല്ല മറിച്ചാണെങ്കിൽ തല്ലുകൊള്ളാത്തതിൻ്റെ കുഴപ്പമാണ് എന്നേ നിങ്ങളോട് പറയാനുള്ളൂ.